വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് അരുണിമ മിസ് ആണ് കേട്ടോ. അപ്പൊ മിസ് എന്ന് വന്നിരിക്കുന്നത് മക്കൾക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏത് ചാപ്റ്ററിലെ ആക്ടിവിറ്റി ആണെന്ന് അറിയോ? ദാ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, കൊട്ടിപ്പുര എന്നുള്ള ചാപ്റ്ററിലെ ചെറിയൊരു ആക്ടിവിറ്റി ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളെ 2ാം ക്ലാസ്സിലെ മക്കൾ ഈ ഒരു പാഠമൊക്കെ ഇങ്ങനെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതിങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങളോട് പല തരത്തിലുള്ള വീടുകളെ കുറിച്ചൊക്കെ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ എല്ലാവരും എന്ത് ചെയ്യാണ്, പലതരത്തിലുള്ള വീടുകളിലായിരിക്കും അല്ലെ താമസിക്കുന്നുണ്ടാവുക. ഇപ്പൊ ചില മക്കൾ എവിടെയായിരിക്കും താമസിക്കുന്നുണ്ടാവുക? വാർപ്പിട്ട വീട്ടിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. ചില മക്കൾ എവിടെയായിരിക്കും താമസിക്കുന്നുണ്ടാവുക? ഫ്ലാറ്റിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. ചില മക്കൾ എവിടെയായിരിക്കും താമസിക്കുന്നുണ്ടാവുക? ഓടിട്ട വീടുകളിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അങ്ങനെ പല തരത്തിലുള്ള വീടുകളിലായിരിക്കും അല്ലെ നമ്മൾ എല്ലാവരും താമസിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ ഏത് വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏറ്റവും ആദ്യം ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്താന്ന് മക്കൾക്ക് അറിയാവോ? എന്താ കാര്യം? ഏത് വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിലും നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ, അല്ലേ? കാരണം എന്താ, വീടും പരിസരവും വൃത്തിയുള്ളതല്ല എന്നുണ്ടെങ്കിൽ അതിപ്പോ എത്ര വലിയ വീട്ടിലാണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യും, രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എന്താണ്, അത് വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കും. അപ്പൊ ഏത് കുഞ്ഞു വീട്ടിലാണെങ്കിലും ഏത് വലിയ വീട്ടിലാണെങ്കിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും എന്ത് ചെയ്യണം, വൃത്തിയുള്ളതായിട്ട് സൂക്ഷിക്കണം. അപ്പൊ നിങ്ങളുടെ വീടും പരിസരവും എങ്ങനെയാ, വൃത്തിയുള്ളതാണോ? അപ്പൊ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് മക്കൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്ന് ടീച്ചർ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പാഠഭാഗത്ത് അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. ഇത്തരത്തിലൊരു ആക്ടിവിറ്റി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ടെക്സ്റ്റ് ബുക്കില്. അപ്പൊ ഇത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഇത് എങ്ങനെ പൂരിപ്പിക്കാം, അതേപോലെ തന്നെ ഇതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ ഒരു ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ നമുക്ക് നോക്കാവേ. അപ്പൊ നോക്കിക്കേ നിങ്ങൾ, ഇതിപ്പോ പലതരത്തിലുള്ള വീടുകളാണ് ടീച്ചർ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പലതരത്തിലുള്ള വീടുണ്ട്, ഫ്ലാറ്റ് ഉണ്ട് ഇതില്, അതേപോലെ തന്നെ എന്താ ഓടിട്ട വീടുണ്ട്, വാർപ്പിട്ട വീടുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള വീടുകളുണ്ട്. അപ്പൊ ഏത് വീടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വീടിന്റെ പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കും, ഒരുപാട് വേസ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കും. ആ വേസ്റ്റ് ഇങ്ങനെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഇങ്ങനെ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ മൂക്ക് പൊത്തി വീട്ടിലേക്ക് കയറേണ്ടി വരും അല്ലെ. എന്താ, വലിയ ദുർഗന്ധം അവിടെ നിന്ന് വരാൻ തുടങ്ങും. അങ്ങനെ ഇതുകൊണ്ട് എന്ത് ചെയ്യും, രോഗകാരികളൊക്കെ ആയിട്ടുള്ള ബാക്ടീരിയയും അങ്ങനത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യും, ഈ വൃത്തിയില്ലാത്ത ചുറ്റുപാടിൽ ഉണ്ടാവും. അങ്ങനെ വൃത്തിയില്ലാത്ത ചുറ്റുപാടിലാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് രോഗം പിടിപെടും അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, വീടിന്റെ പരിസരത്തോ വീട്ടിലോ ഒന്നും എന്ത് ചെയ്യരുത്, മാലിന്യങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടാതെ നോക്കണം അല്ലേ. വേസ്റ്റ് ഒന്നും ഇങ്ങനെ കൊണ്ടുപോയിട്ട് വെറുതെ അലക്ഷ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നിക്ഷേപിക്കരുത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വീടിന്റെ ചുറ്റുപാടും ചപ്പു ചവറുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അടിച്ചു വാരിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, യഥാസ്ഥാനത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കണം. അതായത് ഇപ്പൊ മാലിന്യങ്ങൾ എന്താണ്, ചപ്പു ചവറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിൽ വേസ്റ്റ് ഒക്കെ ഉള്ള നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി ഇടാം. അതേപോലെ തന്നെ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, കമ്പോസ്റ്റ് ഉണ്ടാവും അല്ലെ. കേട്ടിട്ടുണ്ടോ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താ മക്കൾ ഈ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ? വലിയ കുഴികളാണല്ലേ, സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ കമ്പോസ്റ്റ്. അപ്പൊ ഇതുപോലത്തെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള വലിയ കുഴികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇത്തരം വേസ്റ്റ് കൊണ്ടുപോയി ഇടാനുള്ള ഇത്തരം കുഴികളിലോ അതേപോലെ തന്നെ കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജന സ്ഥലങ്ങളിലോ ഒക്കെ തന്നെ വേണം എന്ത് ചെയ്യാൻ, ഈ പറയുന്ന വേസ്റ്റ് കൊണ്ടുപോയി ഇടാൻ കേട്ടോ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് മക്കളെല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എന്താണ്, വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കെട്ടി നടന്നാൽ എന്താ പ്രശ്നം, വെള്ളം ഇങ്ങനെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ ആ സ്ഥലത്താണ് ആര് വരിക, നമ്മുടെ കൊതുക് വരിക. കൊതുക് ഇങ്ങനെ മുട്ടയിട്ട് കഴിഞ്ഞ് അവിടെ കൊതുകിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ കൊതുകിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ അത് കടിക്കൂലേ, വന്നിട്ട് കടിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പനി വരും, രോഗങ്ങൾ വരും, ബുദ്ധിമുട്ടാവില്ലേ. അപ്പൊ എവിടെയും എന്ത് ചെയ്യരുത്, ഇതേപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ എന്ത് ചെയ്യണം,
പോക്കി കളയണം കേട്ടോ. ഇപ്പൊ ചിലപ്പോൾ കുഞ്ഞു ചിരട്ടകളൊക്കെ ഇങ്ങനെ നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അല്ലെ. ഈ കുഞ്ഞു ചിരട്ടയിൽ കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്? ഈ പറയുന്ന കൊതുക് മുട്ടയിടാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഇതൊന്നും എന്ത് ചെയ്യരുത്, നമ്മുടെ പറമ്പിൽ ഇങ്ങനെ അലക്ഷ്യമായിട്ട് കൊണ്ടുപോയി ഇടരുത്. കാരണം എന്താ, ഇവിടെ കൊതുക് വരും. അപ്പൊ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. അതേപോലെ ഇപ്പോൾ ചില സ്ഥലങ്ങൾ ഉണ്ടാവില്ല നമുക്ക് അങ്ങനെ ഇതേപോലെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്താ പറയുക, ഇപ്പൊ വലിയ വലിയ കാനകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കാനകളിലൊക്കെ എന്തുണ്ടാവും അല്ലെ, ഈ കുഞ്ഞു കാനകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഈ കാനയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ കൊതുക് വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വേഗം പഞ്ചായത്തിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അവിടെയൊക്കെ വൃത്തിയാക്കാനുള്ള ഏർപ്പാടുകൾ സ്വീകരിക്കണം കേട്ടോ. നിങ്ങൾ അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറയണത്, അച്ഛ അമ്മ ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട്, എന്ത് ചെയ്യണം, നമ്മളിത് ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അല്ലേ. മക്കള് പറയില്ലേ ഇനി. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് നമ്മുടെ വീടിനകത്തേക്ക് വരാം അല്ലെ. നമ്മുടെ വീട് നോക്കിയാൽ നിങ്ങൾ, നമ്മുടെ വീടായി കഴിഞ്ഞാലും എന്ത് ചെയ്യണം, നമ്മൾ പല രീതിയിൽ ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ലെ. ഇപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ വലിയ വീടായിക്കോട്ടെ കുഞ്ഞു വീടായിക്കോട്ടെ ഏത് വീടായി കഴിഞ്ഞാലും അത് എന്ത് ചെയ്യണം, വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണ്ടേ. അപ്പൊ നമ്മുടെ വീട് വൃത്തിയുള്ളതായി സൂക്ഷിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അടിച്ചു വാരണം അല്ലേ. നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ടോ, അടിച്ചു വാരാറുണ്ടോ? അപ്പൊ അടിച്ചു വാരണം അല്ലെ. എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, അടിച്ചു വാരണം. കാരണം എന്താ, അടിച്ചു വാരിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പൊടി പടലങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുള്ളൂ അല്ലെ. അതായത് നമുക്ക് എപ്പോഴും ശ്വാസം മുട്ടി വരാൻ സാധ്യതയുണ്ടാവും. അതേപോലെ നമുക്ക് തുമ്മലുണ്ടാവാൻ സാധ്യതയുണ്ടാവും. അപ്പൊ പൊടികളൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇതൊക്കെ ഉണ്ടാവാറ് അല്ലെ. അപ്പൊ ഇതൊന്നും ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ പൊടി ഉണ്ടാവാത്തത്. അപ്പൊ പൊടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടിച്ചു വാരുന്നത് അല്ലെ. അപ്പൊ ഇനി എന്ത് ചെയ്യാ മക്കളെ, എന്ത് ചെയ്യാ, ഈ രീതിയിൽ അതായത് അടിച്ചു വാരുന്നതൊക്കെ എന്ത് ചെയ്യാ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാറുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടാവും, അമ്മ വീട്ടിൽ എന്ത് ചെയ്യുന്നാറുണ്ട്, തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാവും അല്ലെ. നിലം തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും നിലം തുടക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ വീടിന്റെ നിലവും എല്ലാ ഭാഗങ്ങളും കഴുകി വൃത്തിയാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. നമ്മൾ നിലം വൃത്തിയാക്കേണ്ടതും എന്ത് ചെയ്യാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ നിലം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇതേപോലത്തെ മോപ്പുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. നിലം വൃത്തിയാക്കുന്ന ഇതിനെയാണ് നമ്മൾ മോപ്പ് എന്ന് വിളിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ മോപ്പുകൾ. നിലം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ മോപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഡൊമെക്സ് ഒഴിക്കൂ, അതേപോലെ തന്നെ ഡെറ്റോൾ ഉപയോഗിച്ച് നിലം തുടയ്ക്കൂ എന്നൊക്കെ പറയുന്നത് എന്തിനായിരിക്കും ഇതൊക്കെ ഉപയോഗിക്കാനും പറയുന്നത്? നമ്മുടെ വീടിന്റെ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് അല്ലെ, ആ രോഗങ്ങളായിട്ടുള്ള രോഗം പറയുന്ന രോഗാണുക്കളൊന്നും ഇല്ലാതെ വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ തുടയ്ക്കുന്നതും കൂടി ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ടീച്ചർ പറഞ്ഞത് അല്ലേ, വീടിന്റെ അകത്ത് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ കവറുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എന്താണ് അലക്ഷ്യമായിട്ട് ഇങ്ങനെ വലിച്ചെറിയാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഇനി വലിച്ചെറിയുന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുപോയിടണം, ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടണം. വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാവും വീട്ടിൽ, അങ്ങനെ കൃത്യമായിട്ടുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടണം കേട്ടോ. അപ്പം കൃത്യമായിട്ട് ഇതൊക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇനി അടുത്ത് നമ്മൾ വീട്ടിൽ എന്തുണ്ടാവാറുണ്ട്, മാറാല ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ മാറാലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, ഇതും ക്ലീൻ ചെയ്യണം കേട്ടോ. ഇതും നമ്മൾ വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നോക്കിയാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ പട്ടിക നിങ്ങൾ പൂരിപ്പിക്കാൻ നിങ്ങൾക്ക് ഇനി എളുപ്പമല്ലേ. വീട്ടില് ദിവസേന നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, തൂത്തുവാരാറുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, ഒരു ശരി ഇട്ട് കൊടുക്കാം. ഇനി ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളുടെ തറ കഴുകി തുടക്കാറുണ്ടെങ്കിൽ ഇതുപോലെ ശരിയിടാം. അതേപോലെ തന്നെ മാറാലകൾ തൂത്ത് വൃത്തിയാക്കാറുണ്ട് അല്ലെ, വീട് വൃത്തിയാക്കി സൂക്ഷിക്കാറുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ശരിയിടാം അല്ലെ. ഇതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നോക്കിയേ നിങ്ങള്, നിങ്ങൾക്ക് എല്ലാവർക്കും കളിക്കാനൊക്കെ ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് അല്ലേ. കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ കളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിലത്തിട്ട് ഒറ്റ പോക്ക് പോവാറാണോ പതിവ്? ആണോ? അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ചെയ്യരുത് കേട്ടോ. നമ്മൾ എന്ത് കളിപ്പാട്ടമൊക്കെ നമ്മൾ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, സാധനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് എവിടെ നിന്നാണോ കിട്ടിയത്
അവിടെ തന്നെ നമ്മൾ കൊണ്ടുപോയി വെക്കണം. അല്ലാതെ ഇങ്ങനെ വരിച്ച് വാരിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ മോശമല്ലേ അല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ സാധനങ്ങളൊക്കെ അതിപ്പോ എന്ത് സാധനങ്ങളായാലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുത്തെടുത്ത് തന്നെ കൊണ്ടുപോയി വെക്കണം. ഇനി ആരെങ്കിലും ചെയ്യാതിരിക്കുവോ അങ്ങനെ? എല്ലാ സാധനങ്ങളും മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. നിങ്ങൾ ഇങ്ങനെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാവം അമ്മയ്ക്കും അച്ഛനും ഒക്കെ എന്തൊരു ബുദ്ധിമുട്ടാ അല്ലേ? ആ മക്കൾ എന്ത് ചെയ്യുക, ഇനി പറയാം ഞങ്ങൾ അങ്ങനെ ഒന്നും വലിച്ചിടില്ല, ഞങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, കൃത്യമായ സ്ഥലത്ത് മാത്രമേ കൊണ്ടുപോയി വെക്കുള്ളൂ എന്ന് നിങ്ങൾ ഇനി എന്തായാലും അമ്മയോടും അച്ഛനോടും പറയണം കേട്ടോ. അതേപോലെ തന്നെ ബുക്കൊക്കെ ഉണ്ടാവും അല്ലേ? ബുക്കൊക്കെ എന്ത് ചെയ്യുക, വലിച്ചു വാരിയിടാതെ കൃത്യമായി വെക്കുക. അതേപോലെ തന്നെ വീട്ടിലെ എല്ലാ സാധനങ്ങളും അല്ലേ, പിന്നെ ഇപ്പൊ അച്ഛനും അമ്മയും ഇതേപോലെ വലിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം അല്ലേ, ഇങ്ങനെ ഒന്നും വലിച്ചിടരുത്, നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യണം, അടുക്കും ചിട്ടയോടുകൂടി വെക്കുന്ന പറയണം കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ വീട് എന്ത് ചെയ്യുള്ളൂ, ഭംഗിയുള്ള ഒരു വീടായിട്ട് മാറുള്ളൂ. അപ്പൊ അതും കൂടെ മക്കളെ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതാ ഇവിടെയും ഒരു ടിക്കിടാം അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ പരിസരത്തൊന്നും ചപ്പ് ചവറുകൾ ഇല്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, അതും എന്ത് ചെയ്യുക, ഇതേപോലെ ടിക്കിടുക. അപ്പൊ ആരുടെയെങ്കിലും വീട്ടിൽ ചപ്പ് ചവറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ടിക്കിടാൻ വേണ്ടി പറ്റില്ല കേട്ടോ, നമുക്ക് ശരിയിടാൻ വേണ്ടി പറ്റില്ല. ടിക്ക് എന്ന് പറഞ്ഞത് ശരീനെയാണ് കേട്ടോ. ശരീനെ നമുക്ക് ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് ടിക്ക് മാർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലെ ചെയ്യണം എന്നുള്ളത് എങ്കിൽ എന്ത് ചെയ്യാ, ഈ ഒരു കാര്യം കൂടെ എൻ്റെ മക്കൾ ഉറപ്പുവരുത്താം. പിന്നെന്താണ്, ചുവരുകൾ വൃത്തിയുള്ളതാണ്. എന്താ ഈ ചുവരുകൾ വൃത്തിയുള്ളതാണെന്ന് ഉദ്ദേശിച്ചത്? ഇപ്പൊ നിങ്ങൾ നോക്കിയതാ, ചില വീടൊക്കെ നോക്കുന്ന സമയത്ത് ഇതാ ഈ വീടിന്റെ ഇതൊക്കെ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അല്ലേ? ഇതാ ഇങ്ങനെ നോക്കിയേ, അപ്പൊ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നെങ്കിൽ അതിന്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ജീവികൾ കയറും അല്ലേ, ചിലപ്പോൾ പാമ്പൊക്കെ കയറി അവിടെ ഇരുന്ന് കളയും. അപ്പൊ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്, ദോഷമാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ ചുമരൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, സിമെന്റൊക്കെ ഇട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് വൃത്തിയായി സൂക്ഷിക്കണം അല്ലേ? പെയിന്റ് ഒക്കെ അടിച്ച്, ചെറിയ വീടാണെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം അല്ലെ? അപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല ചുമരൊക്കെ ഉണ്ട്, എന്താ പറയുക, ഇതുപോലെ വിടവുകളോ വിള്ളലുകളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദാ ഈ ഒരു കോളത്തിലും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കുട്ടികളെ, ടിക്കിടാൻ വേണ്ടി പറ്റും, ശരിയിടാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് നോക്കാവേ, കാറ്റും വെളിച്ചവും കടന്നു വരാൻ സൗകര്യമുണ്ട്. അപ്പൊ കാറ്റും വെളിച്ചവും കടന്നു വരാൻ സൗകര്യമുണ്ട്. എങ്ങനെയായിരിക്കും വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും വരാറ്? എങ്ങനെയാണ്, ഏത് വഴിയായിരിക്കും? ആ, ജനലുകൾ വഴിയല്ലേ? ജനലുകൾ വഴിയായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ഇതേപോലെ കാറ്റും വെളിച്ചവും കടന്നു വരാറ്. നിങ്ങൾ നോക്കിയേ, ഇതാ ഇതുപോലെ വീട്ടിൽ ഒരുപാട് ജനലുകളൊക്കെ ഉണ്ടാവും അല്ലേ? ഈ ജനലുകളിൽ കൂടെ ഇങ്ങനെ എന്ത് ചെയ്യും, വെളിച്ചം വരും. നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഇതാ നിങ്ങളുടെ മുകളിലേക്ക് ഇങ്ങനെ സൂര്യന്റെ വെളിച്ചം വരാറുണ്ടല്ലേ? അതെന്തുകൊണ്ടാ? ആ, അമ്മ അപ്പത്തേക്ക് നിങ്ങളുടെ ജനലൊക്കെ തുറന്നിട്ടുണ്ട്, ആ ജനലുകളിൽ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാ, വെളിച്ചം വരാറ്. അതേപോലെ തന്നെ നമുക്ക് ചൂടൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ജനലുകൾ തുറന്നിടും അല്ലേ? ഈ ജനലുകളിൽ കൂടെ ആയിരിക്കും നമുക്ക് കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്നുണ്ടാവും. നിങ്ങളുടെ വീടുകളിലും ജനലുകളൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല വൃത്തിയായിട്ടാണ് നിങ്ങൾ സൂക്ഷിക്കാറുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ദാ ഈ ഒരു കോളത്തിലും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ശരിയിടാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പൊ ഇത്രയും കാര്യമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? നല്ല ഭംഗിയുള്ള, നല്ല അടുക്കും ചിട്ടയുള്ള നമ്മുടെ സ്വന്തം വീടിനായിട്ടല്ലേ? നമ്മുടെ വീട് നല്ല ആരോഗ്യത്തോടെ വെക്കണം അല്ലേ? നമ്മുടെ വീട് എന്ത് ചെയ്യണം, നല്ല ഭംഗിയോടെ വെക്കണം, നല്ല അടുക്കും ചിട്ടയോടെ വെക്കണം, വൃത്തിയോടെ കൂടി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നല്ല ആരോഗ്യമുണ്ടാവുള്ളൂ അല്ലേ? ആരോഗ്യമുള്ള വീട് എന്ന് പറഞ്ഞാൽ എന്താ, ആരോഗ്യമുള്ള ആളുകളുള്ള വീടാണല്ലേ? നിങ്ങളെല്ലാ വീട്ടിലെ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം, നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം. അപ്പോഴാണ് അത് എന്ത് ചെയ്യുക, ആരോഗ്യമുള്ള ഒരു വീടായിട്ട് മാറുക. അപ്പൊ നിങ്ങളുടെ വീടും ഇതേപോലെ ആരോഗ്യവും ഭംഗിയും ഒക്കെ ഉള്ള ഒരു വീടാവണം എന്നെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ എൻ്റെ മക്കളെല്ലാവരും ഇതൊക്കെ ഇനി ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.